വാർത്തയിലേക്ക് പോവുകയാണ്. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ നിർണായകമായ ഒരു സംഭാഷണം പുറത്തുവരുന്നു. പരാതിക്കാരനായ അനീഷ് ബാബുവിന്റെയും അറസ്റ്റിലായ ഇടനിലക്കാരൻ വിൽസന്റെയും സംഭാഷണമാണ് മീഡിയ വൺ പുറത്തുവിടുന്നത്. അനീഷ് ബാബുവിനെതിരായ PMLA കേസ് ഒത്തുതീർക്കാൻ നേരിൽ കാണാൻ ആവശ്യപ്പെട്ടാണ് വിൽസൺ ഫോൺ ചെയ്തത്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് വിൽസൺ അനീഷിനോട് പറയുന്നത് സംഭാഷണത്തിൽ വളരെ വ്യക്തമാണ്. അനീഷ് ED ഓഫീസിൽ ഹാജരായതിന് പിന്നാലെയാണ് വിൽസന്റെ ഈ ഫോൺ സംഭാഷണം. ആസൂത്രണം വ്യക്തമാകുന്ന ഫോൺ സംഭാഷണം കേൾക്കാം ആദ്യം. സാറേ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മൾ ഇതിൻ്റെ അകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ സാറേ വരുന്നത്. ഞാൻ അഡ്വക്കേറ്റിനോട് പോലും കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടില്ല. ആരോടും ഷെയർ ചെയ്യാണ്ട് വന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഇതൊരു പേഴ്സണൽ മീറ്റിംഗ് ഒരു 10 മിനിറ്റ്സ്. നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് തീരുമാനം എടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അല്ലേ, നമ്മളെ ഇവിടെ വല്ല എന്തെങ്കിലും വല്ല വന്ന് പിന്നെ നോട്ടീസ് വല്ലതും തന്ന് ഇങ്ങനെ വല്ലതും തരാനാണോ? എനിക്ക് അമ്മക്ക് അറിയത്തില്ല ഇതിനെപ്പറ്റി വലിയ കാര്യങ്ങളൊന്നുമേ. ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നിങ്ങളെ ടാപ്പിലാക്കിയ പ്രശ്നങ്ങളൊന്നുമല്ല. പക്ഷെ നിങ്ങൾ ഇന്നലെ ഞാൻ നിങ്ങളെ ആദ്യമേ വിളിച്ചപ്പോ നിങ്ങളുടെ വൈഫാണോ സിസ്റ്റർ ആരാണ് ഇന്നലെ? വൈഫ് അല്ല, അവരെല്ലാം പാനിക് ആയി പോയല്ലേ. ഇപ്പൊ ഈ കുറെ സ്കാം ഒക്കെ നടക്കുന്നില്ലേ? അതൊക്കെ ഇന്നലെ തന്നെ അങ്ങനെയൊക്കെ വോയിസ് റെക്കോർഡൊക്കെ ഇടുന്നത്. ഞാനൊരു കാര്യത്തിനോട് നിങ്ങളെ വിളിക്കുന്നു, നിങ്ങൾ ഒന്നും അറിയാതെ അങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യണത് വളരെ മോശമുണ്ട്. അത് അല്ല, അത് നമ്മൾ വിചാരിച്ച് സ്കാം ആണെന്ന്. വാട്സപ്പിൽ വിളിച്ചപ്പോ നമ്മൾ വിചാരിച്ച് എന്തോ സ്കാം എങ്ങാണ്ടാണ്. ഞാൻ നിങ്ങൾ വാട്സപ്പിൽ വിളിച്ചത്, നിങ്ങൾ ഇങ്ങോട്ടല്ലേ വാട്സപ്പിൽ വിളിച്ചത്? ഞാൻ നിങ്ങളുടെ നോർമൽ കോളിൽ വിളിച്ചു. അല്ല, എന്നെ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞത് വാട്സപ്പിൽ വിളിച്ചെന്നാ പറഞ്ഞത്. അല്ലല്ല, നോർമൽ കോൾ ഞാൻ ചെയ്തത്, ഞാൻ വാട്സപ്പല്ല ചെയ്തത്. ആണല്ലേ? അപ്പോൾ നിങ്ങളുടെ ഫാദറിന് ഒരു ബാബു എന്നാണോ? എന്താ? അതെ അതെ, ബാബുനാണ്. അപ്പോഴത്തേക്കും വിളിച്ച് കിട്ടിയത് വൈഫാണോ? അത് അമ്മയാണോ? അമ്മയാണ് അന്നേരം ഫോൺ എടുത്ത്. പിന്നെയാണ് നമുക്ക് നമ്പർ ഷെയർ ചെയ്തത്. പിന്നെ തിരിച്ചു വിളിക്കുന്നത് നിങ്ങളാണ് എന്നെ വാട്സപ്പിൽ വിളിക്കുന്നത്. എന്തായാലും ഓക്കെ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മൾ രണ്ടുപേരും മാത്രമേ പാടുള്ളൂ. ഫോൺ റെക്കോർഡിങ് അങ്ങനത്തെ സംഭവങ്ങൾ പുള്ളിക്കാരത്ത് മീഡിയ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. അല്ല, അവള് മീഡിയയിലാ വർക്ക് ചെയ്യുന്നതേ. അപ്പൊ അവർക്ക് അത് ഇങ്ങനെ ഒരു സ്കാമിന്റെ ഇങ്ങനെ ഉണ്ടായിട്ടാ ഇങ്ങനെ ഒരു കോള് വരാൻ വഴിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവര് നോട്ടീസ് അയച്ചാലേ നമ്മളെ വിളിക്കൂ. അപ്പൊ ഇങ്ങനെ ഒരു കോള് വന്നപ്പോ നമുക്ക് പെട്ടെന്ന് സംശയമായി. അല്ല അത് ഞാൻ ചെന്നു ഞാൻ അവസാനം വട്ടോ ഞാൻ ചെന്നു. അത് ചെന്നപ്പോൾ ഇവര് ഭയങ്കര ഇറങ്ങി പോരുന്ന സാറേ. എന്നെ അതുപോലെ എന്നെ അവിടെ ടോപ്പിന്റെ റൂമിൽ ഇരുത്തി എന്നെ അടിച്ചില്ലെന്നേ ഉള്ളൂ. അതുപോലെ എന്നെ ഹറാസ് ചെയ്തു. എന്നെ ഇപ്പം അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഞാൻ പേടിച്ചു പോയി, പാനിക്കായി പോയി. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന്. കാരണം എന്റെ വെളിയിലത്തെ കമ്പനിയുടെ ഡോക്യുമെന്റും കാര്യങ്ങളും ചോദിച്ചാൽ എന്റെ ഇല്ല. ഞാൻ എങ്ങനെ കൊടുക്കുമല്ലോ? ശരി സാർ. അയ്യോ ഇല്ല മനസ്സിലായി. ഓ ശരി സാർ. അല്ല, എന്നോട് വേറെ ഒന്നും പറഞ്ഞില്ല.